ലോകൗട്ടിലിരുന്നു. തനിക്ക് പോകാൻ അനുവാദമില്ല. സരം താളമിടും കൈവളകൾ പൂക്കനവേ തേനിലവേ കൂടെ വരും നീ മദനുഷരം പോലെ വരാം ചുഷകം ഞാൻ പകരാം ഒന്ന് നീതിവേ വന്നാൽ എല്ലാം മേഘം ഞാൻ ആളുകൾ വിളിക്കും ഹൈ റേഞ്ചിന്റെ ചെഗുവേരേ. എടുത്താലും തൊടുത്താലും തീരാത്ത ആവനാഴിയുടെ അത്ഭുതങ്ങളുമായി ഈ പോരാട്ട ഭൂമിയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി ചുവടുറച്ച കൂട്ടരാണ് കളമറിഞ്ഞ് കരുവറിഞ്ഞ് തലവനുണ്ടടാ. ഉശിരോടെ നെഞ്ചും പിരിയണിതാ കരിവീട്ടി കയ്യും പിന്നണിതാ ഇരു കണ്ണിൽ ചെന്നിയാണിതാ കളിമൂക്കും നേരം തീ കളിയാ പിടിവിട്ട് പായും ചാട്ടുളിയ ഇളയുമ്പോൾ കൊമ്പൻ തന്നെയടാ. പാപ്പന്മാരില്ലേ 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് പോവും. എന്താടാ നിന്റെയൊക്കെ ഷാജി പാപ്പനെന്ന് വന്നില്ലേ? പേടിച്ച് പണി നിർത്തി കാണും. എന്തിനാണ് മക്കളെ 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് കളയാൻ വേണ്ടി വന്നേക്കണത്? അവന്മാരോട് പോകാൻ പറ. തുടങ്ങാണല്ല ഇനിങ്ങള് മുട്ടയിടും. പൂര കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണ ചങ്കൂറ്റമൊന്നുകൊണ്ട് ചങ്ങാടമൊന്നു കെട്ടിയേ ചങ്ങാതിമാരുണർന്ന് തുഴതുഴഞ്ഞു പോണ നോക്കിയതേ. എന്നടാ എല്ലാത്തിലും ഒപ്പം കിട്ടായിരുന്നു. അതൊക്കെ കിട്ടും. എന്താണ് പാപ്പ കാലന്റെ വേഷത്തില്? നിന്റെ അപ്പനെ തിരക്കി ഇറങ്ങിയതാടാ. പാപ്പനെങ്ങനെ അവിടെ നിന്ന് ഷൂട്ട് അതിപ്പോ തന്നെ പറയണോ? ഷാജിട്ടാ സർവത്തൂരം ചെയ്തിരുന്നു. ഒന്നുമില്ലടാ, ഈ ഉടുപ്പൊക്കെ മാറുന്ന സ്ഥലം. ചങ്കൂറ്റമൊന്നുകൊണ്ട് ചങ്ങാടമൊന്നു കെട്ടിയേ ചങ്ങാതിമാരുണർന്ന് തുഴതുഴഞ്ഞു പോണ നോക്കിയതേ. വേതാളം വന്നു വന്നു പേടിച്ചു പാഞ്ഞൊളിച്ചതാ പാതാള വേലി ചാടി നാലുപാടുമെത്തിടുന്നീവൾ കുട്ടിച്ചതന്മാരാണെല്ലാം കൂട്ടിൽ പൂട്ടാൻ നോക്കണ്ട വാളും മേലും വീശിക്കൊണ്ടേ ചോരച്ചാലിൽ നീന്തുന്നു. കേട്ടാലോ കിടുകിടുകള കണ്ടാലോ നടുവടുകള കൊണ്ടാലോ കറുകറുകള കയ്യാങ്കളിയാ ആരോടും കിടവിടകള ആവേശം തുടിതുടിക്കണ ആഘോഷം തുടിപൊടിക്കണ വേളം കൊണ്ട് പണമെടുത്ത് സടകുടഞ്ഞ് നിരനിരന്ന് നിൽക്കണുണ്ട് എതിരെ ഒന്ന് മുരുതിടാണി ഉലകിലാരണ അടവെടുത്ത് പട നയിച്ച ചുവടുറച്ച കൂട്ടരാണ്
വിജയ കിരീടം അണിഞ്ഞിരിക്കുന്നു. ദാമോദരൻ ഉണ്ണിമകൻ ടിൽമൻ എടക്കു. പീപ്പിൾ കോൾ മീ ജോയ്. അവൻ ജില്ല വിട്ടിരിക്കുക. ഇപ്പം പിടിച്ചാലോ? എടാ മണ്ട, ജില്ല വിട്ടില്ലല്ലോ, സംസ്ഥാനമല്ലേ വിട്ടുള്ളൂ. കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ PP ശശി. ഈ സച്ചിൻ നിങ്ങളോട് പറയാൻ കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കയ്യറത്തപ്പോ കട്ട ചോരയെ മോത്ത് തെറിച്ചു. ഹൈ റേഞ്ചിലാണെങ്കിലും അങ്ങ് പാരീസിൽ നിന്ന് ചോദിച്ചാൽ അറിയാം ഈ സാത്താനെ. ഇതെന്റെ പിള്ളേരാ സാറേ. പാപ്പന്റെ ദേഹത്ത് തൊട്ടാ പിന്നെ അവന്റെ വിധി എഴുതുന്നത് പാപ്പനാ.